ഹലോ ഓൾ, നമ്മുടെ ചാനലിൽ ഒരുപാട് JEE 2026 ആസ്പിറൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് കുട്ടികൾ, അതായത് ഇപ്പം +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ഇനിയുള്ള ഒരു നിയർലി 2 വർഷം 1.5 വർഷമായി, അതായത് ഒരു 5 മാസം മുന്നേ 2 വർഷം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്, പക്ഷേ അതും കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് 2026 JEE എഴുതാൻ പോകുന്ന കുട്ടികൾക്കുള്ളൊരു റോഡ് മാപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് ടൈം ലൈനിലാണ് അവർ മുന്നോട്ട് പോകേണ്ടത്, അതിൻ്റെ കൂടെ സ്കൂൾ എങ്ങനെ കൊണ്ടുപോകണം, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ കോമൺ ആയിട്ട് വരാറുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ഒരു ഡിസ്കഷനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമുക്ക് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ഐഡിയൽ ജേണി നമ്മൾ പറയാറുണ്ട്. ഇപ്പം നമുക്കറിയാം JEE കഴിഞ്ഞിട്ട് NITസിലേക്കും IITസിലേക്കൊക്കെ അഡ്മിഷൻ സ്വപ്നം കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഈ കുട്ടികളിൽ അവിടെ അഡ്മിഷൻ നേടുന്ന കുട്ടികളെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസും +1 +2ൻ്റെ കൂടെ എത്തുന്ന ആളുകളാണ്. ഈവൻ നമ്മുടെ ഏറ്റവും ടോപ്പേഴ്സ് ആയിട്ടുള്ള 1000 റാങ്കിലും 2000 റാങ്കിലൊക്കെ എത്തുന്ന കുട്ടികളെല്ലാം മെജോറിറ്റി ഫസ്റ്റ് ചാൻസിൽ തന്നെ എത്തുന്നവരാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും ബെസ്റ്റ് ചാൻസ് JEE നേടിയെടുക്കാനുള്ള ഏറ്റവും ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഏതാണ്, ഫസ്റ്റ് ചാൻസ് തന്നെ നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഐഡിയൽ ജേണി ആയിട്ട് നമ്മൾ എപ്പോഴും പറയാറുള്ളത് 10th കഴിഞ്ഞ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യണം, ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യണം. ഒരുപാട് മാസങ്ങൾ വെയിറ്റ് ചെയ്യാനൊന്നും പാടില്ല. പല കുട്ടികളും റിസൾട്ടൊക്കെ വരട്ടെ, ഇപ്പോൾ A+ൻ്റെ കുറച്ച് സമ്മാനമൊക്കെ കിട്ടി, ആ വെക്കേഷനൊക്കെ ഒന്ന് ആഘോഷിച്ചിട്ട് തുടങ്ങാമെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷേ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഒരു 1 or 2 വീക്സിൽ തന്നെ എന്ത് ചെയ്യണം, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഇപ്പോൾ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 2026 ആസ്പിറൻസ് ജനുവരിയിലാണ് എക്സാം എഴുതുക. അവരുടെ +2 ബോർഡ് എക്സാമിൻ്റെ മുന്നേ അവരെന്ത് ചെയ്യും, ഈ എക്സാം എഴുതും. അപ്പോൾ ഒരു 10th കഴിഞ്ഞ കുട്ടികൾ സപ്പോസ് ഏപ്രിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ +1 സിലബസ് എന്ത് ചെയ്യാം, ഒരു ഡിസംബർ എൻഡ് അല്ലെങ്കിൽ ജനുവരി മിഡോട് കൂടി തന്നെ ഫിനിഷ് ചെയ്യണം. എന്നിട്ട് ജനുവരിയിൽ തന്നെ +2 പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും പിന്നെ +1ൻ്റെ ബോർഡ് എക്സാം വരുമ്പോൾ ചെറിയൊരു ബ്രേക്ക് ഉണ്ടാകും. ബോർഡ് എക്സാം മാത്രമല്ല ഓണപരീക്ഷ ആ സമയത്തൊക്കെ നമുക്കൊരു 1 വീക്കിൻ്റെ ബ്രേക്കുകൾ ഇടയ്ക്ക് വരുന്നതാണ്. എന്നാൽ പോലും നമ്മളൊരു ജനുവരിയിൽ തന്നെ +2ൻ്റെ സിലബസ് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് മാക്സിമം ഒരു ഒക്ടോബർ എൻഡോട് കൂടിയിട്ട് എന്ത് ചെയ്യും, +2 സിലബസ് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ശരിക്കും സെപ്റ്റംബർ എൻഡിൽ തന്നെ ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ബട്ട് ഒരു മാസം കൂടെ എടുത്തിട്ട് മാക്സിമം ഒക്ടോബറിൽ തന്നെ നിങ്ങൾ +2ൻ്റെ സിലബസ് ഫിനിഷ് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ നവംബർ, ഡിസംബർ, ജനുവരി 3 മാസമാണ് നിങ്ങൾക്ക് ഫസ്റ്റത്തെ സെഷന് വേണ്ടിയിട്ട് സമയം കിട്ടുക. ഫസ്റ്റത്തെ സെഷനാണ് സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പം. അതിൽ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ടിൽ NITയിൽ എന്ത് ചെയ്യാൻ പറ്റും, സീറ്റ് ഉറപ്പിക്കാൻ പറ്റും. നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ +2 ബോർഡ് എക്സാം എഴുതുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു NITയിൽ നല്ല സീറ്റ് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഈ 2026 ആസ്പിറൻസ് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെയുള്ള 3 മാസം നമുക്ക്, അല്ലെങ്കിൽ 4 മാസം അഡ്വാൻസ്ഡ് എക്സാമിന് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് IITയിലേക്ക് എത്താനും സാധിക്കും. ഇതാണ് ഒരു ഐഡിയൽ ജേണി എന്ന് പറയുന്നത്. പക്ഷേ ആക്ച്വലി എത്രത്തോളം കുട്ടികൾക്ക് ഈ ഒരു ജേണിയിൽ ഇപ്പം കേരളത്തിലൊക്കെ പോകാൻ സാധിക്കാറുണ്ട്? ഒരു വർഷം IITയിൽ എന്തായാലും 150 പേരല്ലേ കേരളത്തിൽ നിന്ന് കയറാറുള്ളൂ. മാക്സിമം ഒരു 150 പേരൊക്കെയാണ് എത്താറുള്ളത്. ടോട്ടൽ 17,000 സീറ്റുകൾ ഉള്ളതിൽ ഒരു 150 സ്റ്റുഡൻസ് ഒക്കെയാണ് എത്താറുള്ളത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, ഫസ്റ്റ് ചാൻസിൽ ഈ ഒരു പറഞ്ഞ ജേണിയിൽ പോകുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. കൃത്യമായിട്ട് ആ സ്ട്രക്ചേർഡ് ആയിട്ട് പോകുന്ന ആളുകളുടെ എണ്ണം ആക്ച്വലി എന്താണ്, വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ബാച്ച് ഈ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ടാർഗറ്റ് JEE 2026. അപ്പം ആ ഒരു ബാച്ചിൻ്റെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏപ്രിൽ 22-നാണ് ക്ലാസ് തുടങ്ങിയത്. തുടക്കം മുതലേ JEEയുടെ ലെവലിലാണ് എല്ലാ ചാപ്റ്റേഴ്സും എടുത്തു പോയിട്ടുള്ളത്. ഇപ്പോൾ ഒരു 4-4.5 മാസം കൊണ്ട് തന്നെ നമ്മൾ ഏകദേശം 50% സിലബസ് ഒക്കെ കഴിഞ്ഞ് 55-60% സിലബസ് നമ്മൾ +1ൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ജനുവരി മിഡ് അല്ലെങ്കിൽ ഡിസംബർ എൻഡോട് കൂടി തന്നെ +1 ഫിനിഷ് ചെയ്യണം എന്നുള്ളൊരു സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഓവറോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആ റോഡ് മാപ്പ് എന്ന് പറയുമ്പം നിങ്ങളുടെ മുന്നിലുള്ള ടൈം ലൈൻ ഇതാണ്. ഈ ഒരു ടൈം ലൈനിൽ പോകുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നത് എന്നതൊരു ഫാക്റ്റാണ്. അടുത്തൊരു ചോദ്യം, ഇപ്പോൾ 11th കുട്ടികൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത്ര സീരിയസ് ആയിട്ടൊക്കെ പഠിക്കണോ, ഇപ്പോൾ തൽക്കാലം കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് പോയിട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്താൽ പോരെ എന്നുള്ളതാണ്. അതിൻ്റെ ഒരു റിയാലിറ്റി എന്താണ്? നമ്മൾ വിചാരിക്കും റിപ്പീറ്റ് ചെയ്താൽ എളുപ്പമല്ലേ, കാരണം 11th and 12th പഠിച്ചത് കാര്യം തന്നെ ഒന്നുകൂടി നമ്മൾ പഠിക്കുമല്ലേ. പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ സ്കൂളിലെ ഹോംവർക്ക് ഇല്ല, സ്കൂളിലെ പരിപാടികളൊന്നുമില്ല, ഒരു കൊല്ലം അതിനുവേണ്ടി മാത്രം ഫോക്കസ് ചെയ്താൽ കിട്ടുമല്ലേ എന്ന് നമുക്കറിയാം. ഞാനും ഷഫീർ സാറും നമ്മളൊക്കെ ഒരു റിപ്പീറ്ററാണ്. പക്ഷെ റിപ്പീറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ പ്രഷർ അറിയൂ. കാരണം ഒരു വർഷം കൊണ്ട് 11th and 12th അറൗണ്ട് 100 ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. ഒരു വർഷമല്ല, ശരിക്കും പറയുകയാണെങ്കിൽ മെയ്യിലൊക്കെയാണ്, ജൂണിലൊക്കെയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. അല്ല, മിക്ക കോച്ചിങ് സെന്റേഴ്സിലും ജൂലൈയിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുക. ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നവംബറിൽ പോർഷൻ തീരും. നവംബറിൽ പോർഷൻ തീരുക എന്ന് പറഞ്ഞാൽ 5 months, 5 മാസം കൊണ്ട് 90ഓളം ചാപ്റ്റേഴ്സ്, 90 അല്ലെങ്കിൽ 100 ചാപ്റ്റേഴ്സ് പഠിക്കുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതായത് ഒരു ചാപ്റ്ററിന് ആകെ 2-3 ദിവസം ആകുമ്പോഴത്തേക്ക് ഒരു ചാപ്റ്റർ തീരുന്നു, അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. അത്രയും സ്പീഡിലാണ്. സോ നമുക്ക് അത്രയും സമയം കിട്ടൂല. സോ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയി പഠിക്കാൻ പറ്റും എന്തായാലും 11th and 12th നിന്ന് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇത് ക്രാക്ക് ചെയ്യാൻ പ്ലാൻ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 2 വർഷം തന്നെയാണ് അതിന് സ്പെൻഡ് ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഒന്നും ചെയ്യാതെ ഒരു സ്കൂൾ എക്സാമിന് മാത്രം പഠിച്ചിട്ട് പിന്നീട് റിപ്പീറ്റ് ചെയ്യാൻ റിപ്പീറ്റ് ചെയ്യുന്ന ഓപ്ഷൻ നമ്മളൊരു സെക്കൻഡറി ആയി തന്നെ വെക്കുക.
റിപ്പീറ്റിനെ മുന്നിട്ട് കണ്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും 11th and 12th അലമ്പരുത് ചെയ്യരുത്. ഈവൻ ഇനിയിപ്പം നമ്മൾ റിപ്പീറ്റേഴ്സിൻ്റെ സക്സസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിലും ഏറ്റവും നല്ല റാങ്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പലപ്പോഴും ഫസ്റ്റ് 2 വർഷം അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് ബേസ് ഉണ്ടാക്കിയെടുത്ത സ്റ്റുഡൻസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ഏറ്റവും വലിയ പ്രശ്നം സ്കൂളും കോച്ചിങ്ങും ഇതെങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും. സ്കൂളിലുള്ള എക്സാംസ് വരും, ആക്ടിവിറ്റീസ് ഉണ്ട്, NSS വരും, അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യും? അത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന പ്രശ്നമാണ്. സർ, സ്കൂളുള്ളത് കൊണ്ട് പറ്റണില്ല, കാരണം സ്കൂളിൽ ഓണപരീക്ഷയുണ്ട്, സ്കൂളിൽ ഈവൻ നിങ്ങളിപ്പോൾ CBSE സ്കൂളാണെങ്കിൽ ലീവ് ആക്കാൻ പോലും പറ്റൂല. പിന്നെ ചില ആൾക്കാർ കോച്ചിങ് പല രീതിയിലുള്ള കോച്ചിങ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എടുക്കുന്നുണ്ടാവും, ചില ആൾക്കാർ ഓഫ്ലൈൻ സാറ്റർഡേ സൺഡേ ബാച്ചസിൽ പോകുന്ന ആൾക്കാരുണ്ടാവും. സോ അവർക്ക് ഇതെല്ലാം കൂടി ഒന്നിച്ച് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതാണ് മെയിനായിട്ട് എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രശ്നം. സോ ഇവരോട് നമുക്ക് പറയാനുള്ളത് വെച്ചാൽ സ്കൂളിൽ എപ്പോഴും നിങ്ങൾ സെക്കൻഡറി ആയി കാണുക. കാരണം സ്കൂളിൽ ഒരിക്കലും നമ്മുടെ JEE എക്സാമിന് +2 ഒരു മിനിമം 75% ആ ഒരു കട്ട് ഓഫ് മാത്രമേ ഉള്ളൂ. അല്ലാത്ത നിങ്ങളുടെ A+ന്റെ എണ്ണം ഒരു IIT NIT നോക്കണില്ല. അതുകൊണ്ട് നിങ്ങൾ ആ A+ അങ്ങ് ലാംഗ്വേജിലൊക്കെ A+ അങ്ങ് സാക്രിഫൈസ് ചെയ്ത് എന്ത് ചെയ്യുക, മാക്സിമം സ്കൂളിൽ ലീവ് എടുക്കാൻ നോക്കുക. ലീവ് എടുത്ത് ആ ഒരു സമയത്ത് നമ്മൾ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടൂല. കാരണം നമ്മൾ മാർച്ചിൽ 10th ക്ലാസ് കഴിഞ്ഞാൽ ഏപ്രിലിൽ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അതിനകത്ത് നമുക്ക് വേറെ സമയമില്ല. നമ്മൾ വിചാരിക്കും 1.5 വർഷം ഇല്ലേ എന്നൊക്കെ, പക്ഷെ സമയം കടന്നു പോകുന്നത് നമ്മൾ അറിയില്ല. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി JEE ആക്കി വെക്കുക, സെക്കൻഡ് പ്രയോറിറ്റി സ്കൂളിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം. ഇത് ഈവൻ നിങ്ങളുടെ ഫാമിലി പോലും സമ്മതിക്കൂല, ഈവൻ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് പോലും സമ്മതിക്കൂല. ദേ വിൽ ടെൽ യു ഹാവ് ടു ഫോക്കസ് ഓൺ യുവർ ഫുൾ A+. പക്ഷെ അങ്ങനെയല്ല. ഈ പറയുന്ന JEE ക്രാക്ക് ചെയ്യുന്ന ആൾക്കാർ ഇത് മാറ്റി വെച്ച് എൻട്രൻസിന് പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ പ്രയോറിറ്റി കൊടുത്തേ പറ്റും, അതിൽ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് ആക്ച്വലി സത്യം. പിന്നെയുള്ള ഓപ്ഷൻസ് ഉള്ളത് നമുക്ക് സ്കൂളിൽ പോകാതെ ഓപ്പൺ സ്കൂളിംഗ് പോലുള്ള സിസ്റ്റംസ് ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് പോലുള്ളത് ചൂസ് ചെയ്യാം. അതൊക്കെയാണ് പിന്നീട് ഉള്ള ഓപ്ഷൻസ്. അതിന് അതിൻ്റേതായിട്ടുള്ള മെറിറ്റ്സും ഡിമെറിറ്റ്സും വേറെ തന്നെ ഉണ്ട്. ഓക്കെ, അടുത്തതായിട്ടുള്ളത് മറ്റൊരു ക്വസ്റ്റ്യൻ വരാറുള്ളത് എപ്പോഴും ഇപ്പോൾ ഒരു കോച്ചിങ്ങിന് പോകണം, സെൽഫ് പ്രിപ്പറേഷൻ പോരെ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് പ്രിപ്പറേഷൻ മതിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് അവൈലബിൾ ആണ്, ക്ലാസ്സസും അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ആപ്പുകളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഈ 2 വർഷം നമ്മൾ ആ ഒരു ട്രാക്കിൽ മോട്ടിവേറ്റഡ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഒരു കോച്ചിങ്, കാരണം നമ്മൾ കോമ്പിറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. സെൽഫ് പ്രിപ്പറേഷനിൽ ക്രാക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ അതൊരു 1% സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ. കാരണം അല്ലെങ്കിൽ വേറെ ആൾക്കാർ നമുക്ക് ഒരു മെന്റർഷിപ്പ് സപ്പോർട്ടൊന്നും കിട്ടൂല. കാരണം ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് വി ആർ പ്രിപ്പയറിംഗ് ഫോർ എ മാരത്തൺ. നമ്മൾ ഒറ്റയ്ക്ക് എത്ര വേണേലും ഓടി നമ്മൾക്ക് വേണേൽ പഠിച്ചാൽ നമുക്ക് നമ്മുടെ സ്പീഡ് നമ്മൾക്ക് അറിയില്ല. നമ്മളത് വേറെ ആളുടെ കൂടെ ഓടി തന്നെ നോക്കണം, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. സോ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പ്രിപ്പറേഷൻ. നമ്മളൊരു കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിച്ചാലേ നമ്മൾക്ക് ബാക്കിയുള്ള ആൾക്കാർ എത്രത്തോളം കോമ്പീറ്റ് ചെയ്യുന്നതെന്ന് അറിയുള്ളൂ. കാരണം ഇറ്റ് ഈസ് എ കോമ്പറ്റീറ്റീവ് എക്സാം, അല്ലാത്ത നമ്മൾ എത്ര മാർക്ക് എടുക്കുമെന്നല്ല നോക്കണത്. അപ്പോൾ അതാണ് സെൽഫ് പ്രിപ്പറേഷൻ. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്, പക്ഷേ എപ്പോഴും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കോച്ചിങ് വിത്ത് റെഗുലർ എക്സാമിനേഷൻസും ഈ പറയുന്ന കോമ്പറ്റീഷനും ഉള്ളത് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. അടുത്തത് കോമൺ മിസ്റ്റേക്സ് ആണ്. 10th കഴിഞ്ഞ് 11th വന്ന് കുട്ടികൾ JEE വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ അവർ വരുത്തുന്ന കോമൺ മിസ്റ്റേക്സ്. അതിലൊന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 10th വരെ സ്കൂളിൽ എല്ലാവരും പെർഫെക്റ്റ് സ്റ്റുഡൻസ് ആയിരിക്കും, എല്ലാവർക്കും ടോപ്പ് മാർക്ക് ഉണ്ടാകും, നല്ല ഗ്രേഡൊക്കെ ഉണ്ടാകും. അതേ എക്സ്പെക്റ്റേഷനാണ് അവർക്ക് 11th ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ ആദ്യത്തെ 1-2 MCQ ബേസ്ഡ് എക്സാം എഴുതുമ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലാകും, ഇത് പറ്റുന്ന പണിയല്ലാതെ കിട്ടില്ല മനസ്സിലാവും. അപ്പോൾ ഇവർ പിന്നെ അത് എക്സാം എന്ത് ചെയ്യാൻ തുടങ്ങും, ഒഴിവാക്കാൻ തുടങ്ങും. കാരണം അതിൽ മാർക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ഫുൾ പഠിച്ച് ഒരു A+ ഒക്കെ കിട്ടുന്ന അത്രയും പഠിച്ചതിന് ശേഷം എക്സാം എഴുതാമെന്നാണ് വിചാരിക്കുക. പക്ഷെ അത് വലിയൊരു അബദ്ധമാണ്. ആക്ച്വലി എക്സാംസിലൂടെയാണ് നമ്മുടെ പകുതി പഠനം നടക്കുന്നത്. കാരണം നമ്മളെ കോമ്പറ്റീറ്റീവ് എക്സാം ഒരിക്കലും പെർഫെക്റ്റ് സ്കോറിന് വേണ്ടിയല്ല എഴുതണം. ഓഫ് കോഴ്സ് പെർഫെക്റ്റ് സ്കോർ എടുക്കുന്ന ആൾക്കാരുണ്ട്, അവർ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങി, അവർ വേറെ ഒളിമ്പ്യാഡ് വിന്നേഴ്സും വേറെ തന്നെ ഒരു കാറ്റഗറിയാണ്. അല്ലാത്ത നമ്മളെ നോർമലായിട്ടുള്ള സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്കറിയാം NIT ഒക്കെ IIT ഒക്കെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈവൻ JEE അഡ്വാൻസ് ആണെങ്കിലും JEE മെയിൻ ആണെങ്കിലും 300 ഒരു 150, 360 ഒരു 120, 130 മാർക്കൊക്കെ മതി. സോ അതൊരു പെർഫെക്റ്റ് സ്കോർ അല്ല. സോ ഒരിക്കലും എല്ലാ ക്വസ്റ്റിനും ചെയ്യാൻ പറ്റണം എന്നൊരു വാശി നമ്മൾ ഒരിക്കലും കോമ്പറ്റീറ്റീവ് എക്സാമിന് വെക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ നമ്മൾ തളരരുത്. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മൾ എക്സാം എഴുതുക എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് പെർഫെക്റ്റ് സ്കോർ കിട്ടാനോ നല്ല റാങ്ക് കിട്ടാനോ വേണ്ടി മാത്രമല്ല. അത് നമ്മൾ പഠിച്ചത് ഒരു ചെക്ക് പോയിന്റ് ആണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ ലെവൽ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ 10th ക്ലാസ് വരെ ടോപ്പേഴ്സ് ഒക്കെ ഇങ്ങനെയായിരിക്കും എക്സാം എഴുതുന്നത്. എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും എക്സാം എന്നിട്ട് A+ കിട്ടുന്നു. അത് മാത്രമല്ല ഫെയിലിയർ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഫെയിലിയറിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ഫെയിൽ ആവുന്നതും ക്വസ്റ്റ്യൻസ് കിട്ടാതെ നിങ്ങൾ വിചാരിക്കും ഞാൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ എഴുതുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. കാരണം പഠിക്കാതെ ഒരു എക്സാം എഴുതുമ്പോഴാണ് നമ്മൾ ഒരുപാട് അപ്രോച്ചും
പുതിയ പുതിയ തിങ്കിങ് ഒക്കെ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. അടുത്തത് ഒരു ജെഇ ആസ്പിറന്റ് 2026 പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയുടെ ഡെയിലി വേഴ്സസ് വീക്ക്ലി പ്ലാൻ എങ്ങനെയായിരിക്കണം, ഷെഡ്യൂൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ സ്കൂൾ ഉണ്ടാകും, അതിൻ്റെ കൂടെ തന്നെ അന്ന് മേ ബി കോച്ചിങ് ക്ലാസ് ഉണ്ടാകും. ഈ വീക്കെൻഡ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ വീക്കെൻഡും ഫുള്ള് ബിസി ആയിരിക്കും. അപ്പോൾ അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി എടുക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ മാക്സിമം റിവൈസ് ചെയ്ത് കൊണ്ടുപോവുക. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം റിവൈസ് ചെയ്ത് എല്ലാ മെറ്റീരിയൽസും കവർ ചെയ്യാനൊന്നും ഒരിക്കലും സമയം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഫോളോ ചെയ്യേണ്ടത് ഒരു സ്ട്രിക്റ്റ് ആയിട്ടൊരു എക്സാം പ്ലാൻ ഉണ്ടാവണം. ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും കൃത്യമായിട്ടൊരു ദിവസം എക്സാം ഉണ്ടാവണം. പിന്നെ കമ്പൈൻഡ് ആയിട്ട് എക്സാമിനേഷൻസ് ഉണ്ടായിരിക്കണം. ആ ഒരു എക്സാം മുന്നിൽ കണ്ടുകൊണ്ട് എന്ത് ചെയ്യാം, മുന്നിലേക്ക് പോകണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരുപാട് സ്റ്റുഡൻസ് എന്നോടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മൾ ഡെയിലി എന്താണ് പഠിക്കേണ്ടത്, ഇതുവരെ പഠിപ്പിച്ചത് പഠിക്കണോ, അല്ലെങ്കിൽ പെൻഡിങ് ഉള്ളത് പഠിക്കണോ, ഇന്ന് പഠിപ്പിച്ചത് പഠിക്കണോ, അല്ലെങ്കിൽ ഇനി വരാൻ പോണ പരീക്ഷയ്ക്കുള്ളത് പഠിക്കണോ? അങ്ങനെ ചോദിച്ച ആൾക്കാരുടെ ഒറ്റ ഒരു ഉത്തരവേ ഉള്ളൂ, എല്ലാം അങ്ങ് പഠിക്കുക. വേറെ പ്രത്യേകിച്ച് നമുക്ക് ഒന്നും പറയാനൊന്നുമില്ല. കാരണം ഇതുവരെ പഠിപ്പിച്ചതും ഇമ്പോർട്ടൻ്റ് ആണ്, അത് മറന്നു പോകാത്തതും നോക്കണം, ഇന്ന് പഠിപ്പിച്ചതും നോക്കണം. ആ ഒരു ഫ്ലോയിൽ തന്നെ ഷെഡ്യൂൾ ഉണ്ടാക്കി നമ്മൾ കൊണ്ടുപോകണം. കാരണം അത് എപ്പോഴെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ പിന്നീട് അങ്ങോട്ട് നമ്മൾക്ക് തിരിച്ചങ്ങോട്ട് ഒരു പോക്കൽ ഉണ്ടാവില്ല. അപ്പം ഈ ഒരു ഷെഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് പലരും ടെൻഷൻ അടിക്കും, സ്ട്രെസ്ഡ് ആകും, ആങ്ഷ്യസ് ആകും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ കുട്ടികളും സിമിലർ ഡിഫിക്കൽട്ടിയിലൂടെയാണ് കടന്നു പോകുന്നത്. അൾട്ടിമേറ്റ്ലി ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. അതുകൊണ്ട് തന്നെ എക്സാം ഡിഫിക്കൽട്ട് ആവുന്നതും ഈസി ആവുന്നതൊന്നും ശരിക്കും എന്ത് ചെയ്യുന്നില്ല, ഒരാളെയും ഹെൽപ്പ് ചെയ്യുന്നില്ല. മെയിനായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മൾക്ക് ഒരു ചാപ്റ്റർ എടുത്തു, ഇപ്പോൾ സർ ഫിസിക്സ് ആണ്, മോഷനിൻ്റെ സ്ട്രൈറ്റ് ലൈൻ എന്നൊരു ചാപ്റ്റർ എടുത്തു. ആ ഒരു ചാപ്റ്റർ എടുത്താൽ ക്ലാസ് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, അന്ന് തന്നെ അത് പഠിക്കാൻ നോക്കുക. എന്നാൽ പിന്നെ പിറ്റേ ദിവസം അത് പഠിക്കുമ്പോൾ അത്രയും സമയം വേണ്ടല്ലോ, കാരണം ഓൾറെഡി മനസ്സിലായ കാര്യമാണല്ലോ. അപ്പോൾ പിറ്റേ ദിവസം വേറൊരു ചാപ്റ്റർ മോഷൻ്റെ പ്ലെയിൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, മോഷൻ്റെ സ്ട്രൈറ്റ് ലൈൻ ജസ്റ്റ് ഒന്ന് തൊട്ട് പോവുക. അല്ലാത്ത നമ്മൾ റിവിഷൻ ചെയ്യണം എന്ന് പറയുമ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് നോക്കണം എന്നല്ല, ജസ്റ്റ് ഒന്ന് തിയറി നോക്കി വന്നാൽ മതി. എന്നിട്ട് അതിൻ്റെ എക്സാം എപ്പോഴെങ്കിലും, കാരണം ഒരു ചാപ്റ്ററിൻ്റെ എക്സാം പലതവണ വരുന്നുണ്ട്, റിവിഷൻ ടെസ്റ്റായി വരുന്നുണ്ട്, വേറെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ടെസ്റ്റ് സീരീസിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ തിയറി മാത്രം റിവിഷൻ ചെയ്യുക, എക്സാമിന് പഠിക്കുമ്പോൾ പ്രോബ്ലംസ് ചെയ്തുകൊണ്ട് പഠിക്കുക. പിന്നെ ഡെയിലി പഠിക്കുമ്പോൾ ആ ക്ലാസ് ലെക്ചർ ഒന്ന് കണ്ടു അങ്ങനെ പഠിക്കുക. നമുക്കെല്ലാം ഒന്നുകൂടി കവർ ചെയ്ത് പോകാൻ പറ്റും. ഇനി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ബുക്സ് ഏതൊക്കെയാണ് നല്ല ബുക്കുകൾ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ NCERT ടെക്സ്റ്റ് ബുക്കിലാണ്. കെമിസ്ട്രി ആണെങ്കിൽ നമ്മളത് ഫുൾ വായിക്കണം, മാത്സ് ആണെങ്കിൽ അതിൽ എക്സസൈസ് മുഴുവൻ ചെയ്യണം, ഫിസിക്സ് ആണെങ്കിലും അതിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് ബുക്ക്. എന്നിട്ട് ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു MCQ സോൾവിങ് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ബിഗിനർ ഫ്രണ്ട്ലി ബുക്കിനെയാണ് ആശ്രയിക്കേണ്ടത്. അത് നമ്മൾ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബുക്സ് ഏതാ? ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 3 സബ്ജക്റ്റിനും നമുക്ക് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് പറയാവുന്ന ബുക്ക് ഹരിയന്തിൻ്റെ മാസ്റ്റർ ദി NCERT എന്ന് പറയുന്ന ബുക്കാണ്, അല്ലെങ്കിൽ MTGയുടെ NCERT ഫിംഗർ ടിപ്സ്. ഈ 2 ബുക്കാണ് അത്യാവശ്യം ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബുക്ക്. സോ ഈ ഒരു ബുക്ക് വെച്ച് നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും കോൺസെപ്റ്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് NCERT ലെവലിൽ ബേസ് ബിൽഡ് ചെയ്യാൻ പറ്റും ഈ ബുക്ക് വെച്ചിട്ട്. സോ ഈ ഒരു ബുക്ക് വെച്ചായിരിക്കണം നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആൻഡ് കാരണം NCERTയിൽ ഒബ്ജക്റ്റീവ് പ്രോബ്ലംസ് കുറവാണ്, ഫിസിക്സിലൊക്കെ നല്ല ലെവൽ കൂടിയ പ്രോബ്ലംസ് ആണുള്ളത്. ആൻഡ് കെമിസ്ട്രിയിൽ അങ്ങനെയും പ്രോബ്ലംസ് നമ്മൾ കണ്ടുവരില്ല. അപ്പോൾ ഒബ്ജക്റ്റീവ് പ്രോബ്ലംസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 2 ബുക്സിലാണ് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടുത്തൊരു ലെവലിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും കോച്ചിങ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് തന്നെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. അതിന് NCERT പ്ലസ് കോച്ചിങ് മെറ്റീരിയൽസ് ആയാൽ തന്നെ ഒരു സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സമയം ഫിൽഡ് ആണ്, മോർ ദാൻ ഇനഫ് ആയി. പിന്നെ അതിന്റെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ കോച്ചിങ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതിന്റെ സൊല്യൂഷൻ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇതും കഴിഞ്ഞ് കുറച്ചുകൂടി സമയമുള്ള ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ചില ആൾക്കാർ ചോദിക്കുന്ന സംശയമാണ്, സർ ഫിസിക്സിനൊക്കെ HC ഓർമ്മൊക്കെ ഇപ്പൊ പഠിച്ചു തുടങ്ങണോ, മാത്സിന് RD ശർമ്മ പഠിച്ചു തുടങ്ങണോ? സോ അങ്ങനെയുള്ള ആളോട് പറയാനുള്ളത്, അത് ഒരു ടോപ്പ് 1% സ്റ്റുഡൻസിനെ അത് പറ്റുള്ളൂ. അതിനുള്ള സമയം ഉണ്ടാവില്ല. ഒരു 8th 9th തൊട്ട് തുടങ്ങിയ ഒരാൾക്ക് വേണമെങ്കിൽ ആ സമയം തൊട്ട് വായിച്ചു തുടങ്ങാം. അല്ലാത്ത 11th and 12th ഇടയിൽ ഈ പറയുന്ന RD ശർമ്മയും HC വർമ്മയും കംപ്ലീറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ we won't be getting enough time for അതിനുള്ള സമയം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ NCERT ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നു, ഈ പറയുന്ന കോച്ചിങ് മെറ്റീരിയൽസ് കംപ്ലീറ്റ് ചെയ്യുന്നു, അതിൽ നല്ല മാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് എന്ത് ചെയ്യാം, HC വർമ്മയിലേക്ക് മറ്റൊക്കെ പോകാം. ഈ ബുക്ക് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് നല്ല ബുക്കാണ്, പക്ഷേ സമയം കിട്ടൂല. ചില ചാപ്റ്റേഴ്സിന് നമുക്ക് റെഫർ ചെയ്യാം, എല്ലാ ചാപ്റ്റേഴ്സിനും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. പിന്നെയും നിങ്ങൾക്ക് കുറച്ചുകൂടി ലെവൽ കൂടിയ ബുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ മാത്സിനും ഫിസിക്സിനും നമുക്ക് സെങ്കേജ് റെഫർ ചെയ്യാം. പിന്നെ അതേപോലെ ഫിസിക്സിന് നമുക്ക് DC പാണ്ഡെയുടെ സീരീസ് ജെയ്ക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ടൈം ഉണ്ടെങ്കിൽ മാത്രം കോച്ചിങ് മെറ്റീരിയൽസും NCERT ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. പിന്നെ കെമിസ്ട്രിയിൽ ഒരുപാട് ആൾക്കാർ ഏത് ബുക്കാണ് റെഫർ ചെയ്യണമെന്ന് വെച്ചാൽ NCERT തന്നെയാണ്. അതും കഴിഞ്ഞ സമയം ഉണ്ടെങ്കിൽ നമുക്ക് GRBയുടെ ബുക്ക് ഉണ്ട്, ഹോപ്പി ടാൻഡൺ ഓതർ ആയിട്ടുള്ള ബുക്ക്. ആ ബുക്ക് വേണമെങ്കിൽ
റെഫർ ചെയ്യാം, നോക്കാവുന്നതാണ്. ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ഇപ്പം NIT മാത്രമായിരിക്കില്ലല്ലോ ജെയ് ആസ്പിറൻറ്റ് അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറയുന്നത് IIT എത്തുക എന്നുള്ളതാണ്. അതിന് ജെയ് അഡ്വാൻസ്ഡ് എക്സാമിന് ക്രാക്ക് ചെയ്യണം. അത് വരുന്നത് എപ്പോഴാണ്? ഈ ഫസ്റ്റ് സെഷനും കഴിഞ്ഞു, സെക്കൻഡ് സെഷനും കഴിഞ്ഞ് മെയ് എൻഡിലാണ് ജെയ് അഡ്വാൻസ്ഡ് എക്സാം ഉണ്ടായിരിക്കുക, +2 കഴിഞ്ഞിട്ട്. അപ്പോൾ അതിലേക്കുള്ള പ്രിപ്പറേഷൻ ശരിക്കും എപ്പോഴാണ് തുടങ്ങേണ്ടത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് വേറെ തന്നെ ലെവൽ എക്സാമാണ്, മെയിൻസ് പോലെയല്ല. അപ്പോൾ ഒരു കുട്ടി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജെയ് മെയിൻസിൻ്റെ ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്നു, പക്ഷേ അത് തന്നെ സ്ട്രഗിൾ ചെയ്യുകയാണ്, അതിൽ തന്നെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ലെവൽ തന്നെ റെഡിയാക്കാനാണ് ശ്രമിക്കേണ്ടത്. എന്നിട്ട് ജെയ് മെയിൻ സെക്യൂർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? അഡ്വാൻസ്ഡ് PYQസിലേക്ക് മറ്റേക്കും പോകുന്നതാണ് നല്ലത്. ഇൻ കേസ് ഒരു കുട്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാം കംഫർട്ടബിൾ ആയിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്, ജെയ് മെയിൻ ലെവലുള്ള എക്സാംസിൽ നിന്നാണ് സ്കോർ ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം? ഇനീഷ്യൽ സ്റ്റേജസിൽ തന്നെ അഡ്വാൻസ്ഡ് ലെവൽ PYQs ഒക്കെ ചെയ്ത് തുടങ്ങാവുന്നതുമാണ്. ശരിക്കും അഡ്വാൻസിന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 11th അങ്ങനെ പോയിക്കോട്ടെ. ഒരു ആവറേജ് സ്റ്റുഡൻസിനോട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ ജെയിൽ മാക്സിമം ഒരു 98.5% നമ്മൾ സെക്യൂർ ചെയ്യാൻ നോക്കുക. അത് സെക്യൂർ ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ, ബേസിക് കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആക്കി പഠിച്ചു പോവുക. അതിനുവേണ്ടി മാത്രം പഠിച്ചാൽ ബൈ ഡിഫോൾട്ട് നമുക്ക് അഡ്വാൻസിനുള്ള കോൺസെപ്റ്റ് അതിൻ്റെ കൂടെ തന്നെ കിട്ടിക്കോളും. ജനുവരിക്ക് ശേഷം നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസിൻ്റെ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതി അഡ്വാൻസ് ലെവലോട്ട് നമുക്ക് വളരാൻ പറ്റും. ആ ഒരു രീതിയിൽ പോയാൽ മതി. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തുടക്കം മുതൽ ഫസ്റ്റ് ദിവസം മുതൽ അഡ്വാൻസ്ഡ് ഒക്കെ ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ 8th 9th 10th നല്ല ഇൻറ്റൻസീവായിട്ട് ഫൗണ്ടേഷൻ കോഴ്സൊക്കെ കഴിഞ്ഞ് വന്ന കുട്ടികളായിരിക്കും. അപ്പോൾ അതൊന്നും ഇല്ലാത്ത ആളുകൾ ഫസ്റ്റ് നിങ്ങളൊരു കീം അല്ലെങ്കിൽ ജെയ് മെയിൻ ലെവൽ ആ ലെവലിൽ പോവുക, എന്നിട്ട് അഡ്വാൻസ് ലെവലിലേക്ക് പോയാൽ മതി അല്ലേ? പിന്നെ നമ്മൾ റോഡ് മാപ്പായി പറയാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ, ഡെയിലി നമ്മൾ ആ ഒരു രീതിയിൽ ഒരു ഷെഡ്യൂൾ വെക്കുക, വീക്ക്ലി ഷെഡ്യൂളും വീക്കെൻഡിന് വേറൊരു ഷെഡ്യൂളും വെക്കുക. വീക്കെൻഡ് സാറ്റർഡേ സൺഡേ കൂടുതലും സ്റ്റുഡൻസിന് ഹോളിഡേയ്സ് ആയിരിക്കും. അപ്പോൾ വീക്കെൻഡ് മോസ്റ്റ്ലി നമ്മൾ പെൻഡിങ് ഉള്ള ടോപ്പിക്സിന് വേണ്ടി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വരാൻ പോകുന്ന എക്സാംസിന് യൂസ് ചെയ്യുക. ഡെയിലി നമ്മൾ റിവിഷൻ ചെയ്യാനും അന്ന് പഠിപ്പിച്ചതിനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് ചില കാര്യം നമ്മൾ സ്കൂൾസിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും, കാരണം ലാംഗ്വേജ് പഠിക്കാനുണ്ടാവും, ഓണം എക്സാംസ് ഒക്കെ വരും. അതിന് വേണ്ടി സെപ്പറേറ്റ് സമയം കണ്ടെത്തുക. എന്നിട്ടും സമയം കിട്ടുന്നില്ലെങ്കിൽ മാക്സിമം സ്കൂൾ ഒഴിവാക്കാൻ നോക്കുക. എന്നുവെച്ചാൽ സ്കൂൾ തീരെ പോകണ്ടെന്നല്ല, ചില ക്ലാസ്സുകളൊക്കെ ഒഴിവാക്കി ആ ഒരു സമയത്ത് എക്സാം പ്രിപ്പറേഷന് വേണ്ടി മാറ്റി വെക്കുക. പിന്നീട് ഇങ്ങനെ കഴിഞ്ഞ് ഒരു 2025, ഇപ്പോൾ 2024 സെപ്റ്റംബറിലാണ് നമ്മൾ നിൽക്കുന്നത്. 2025 ഫെബ്രുവരിക്ക് ശേഷം നമ്മൾ കുറച്ചുകൂടി ടെൻസ്ഡ് ആൻഡ് വറീഡ് ആവും, കാരണം അപ്പോഴാണ് നമ്മുടെ ബോർഡ് എക്സാം അല്ലെങ്കിൽ പബ്ലിക് എക്സാം വരുന്നത്. ആ ഒരു സമയത്ത് ഫെബ്രുവരി ടു മാർച്ച് കുറച്ചുകൂടി ബോർഡ് എക്സാം ലെവലിൽ പഠിക്കുക. മാർച്ച് എപ്പോഴേ നമ്മൾക്ക് എക്സാം കഴിയണം, ആ ഒരു സമയം തൊട്ട് റൈറ്റ് ഫ്രം ദി April 1 നമ്മൾ പിന്നീട് അങ്ങോട്ട് ജെയ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് സെയിം ഫ്ലോയിൽ അങ്ങോട്ട് നമ്മൾ പോകണം. പിന്നീട് അങ്ങോട്ട് പിന്നെ നമ്മൾ 12th ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പിന്നീട് വേറെ വീഡിയോസിൽ പറയാം, അവിടെ നമുക്ക് ലാബ്സും വേറെ കുറേ കാര്യങ്ങൾ വരും, അങ്ങനെ നമ്മൾക്ക് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റൂല. പക്ഷേ ആ ഒരു ഫ്ലോയിലാണ് എല്ലാവരും പോയി ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഫൈനലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു മാരത്തോൺ ആയിരിക്കും, 2 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു മാരത്തോൺ ആയിരിക്കും. അതിൽ ഓരോ പോയിന്റ് ഓഫ് ടൈമിൽ ഓരോ മാസം കഴിയുമ്പോഴും നമ്മൾ മാർക്ക് കുറവാണ്, ഗിവ് അപ്പ് ചെയ്യാനൊക്കെ തുടങ്ങി ഈച്ച് ആൻഡ് എവറി മൊമെന്റ് യു വിൽ ഫീൽ ലൈക്ക് ഇത് എനിക്ക് പറ്റിയ പണിയല്ല, ഗിവ് അപ്പ് ചെയ്യാൻ തോന്നും. പക്ഷേ ഇത് മാരത്തോൺ ആണ്, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്തിട്ട്, ആ ഒരു സിസ്റ്റം ട്രസ്റ്റ് ചെയ്തിട്ട് മുന്നിലേക്ക് പോകും. ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് അവസാനം വരെ നിങ്ങൾ പോയാൽ ഡെഫിനറ്റ്ലി എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തായാലും കിട്ടും. കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് തന്നെയാണ്. പിന്നെ നിങ്ങളുടെ മനസ്സിൽ ചില ആൾക്കാരുടെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നീട് എക്സ്പ്ലോർ ചെയ്യാം. സോ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്യാൻ തന്നെ നോക്കുക. അല്ലാതെ ഇപ്പം നമ്മൾ പഠിത്തം നിർത്തി +2 കഴിഞ്ഞതിന് ശേഷം റിപ്പീറ്റിന് പോയാൽ ഒരിക്കലും ക്രാക്ക് ചെയ്യുന്ന പോസിബിൾ അല്ല. ഈവൻ നമ്മളോട് റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് സംസാരിക്കാറുണ്ട്, അവർ പറയുന്നതാണ്, അതായത് ഒരു ചാപ്റ്റർ ആകെ 2-3 ദിവസമൊക്കെയാണ് കാണുക, അപ്പോഴത്തേക്ക് അടുത്ത ചാപ്റ്റർ എത്തും. അപ്പോൾ അത്രയും ഹെക്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂളാണ് ആക്ച്വലി റിപ്പീറ്റേഴ്സ് ബാച്ച്. ഇപ്പോൾ നിങ്ങൾ 11th and 12th പ്രിപ്പയർ ചെയ്ത് ജസ്റ്റ് മിസ്സായാൽ നമുക്ക് റിപ്പീറ്റിന് പോവാം, അല്ലാത്ത പോസിബിൾ അല്ല. ഇപ്പോൾ ഒന്നും പഠിക്കാത്ത ഡയറക്റ്റ് റിപ്പീറ്റിന് പോയി മല മറിക്കാനൊന്നും നമ്മളെ കൊണ്ട് എന്ത് ചെയ്യൂല, പറ്റൂല. ഈ ഒരു 2 വർഷത്തെ ഈ മാരത്തോൺ എന്ന് പറയുന്ന ഈ 2 വർഷ പീരീഡിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന എല്ലാ ചാലഞ്ചുകളും അത് എല്ലാ കുട്ടികളും ഈക്വലി ഫേസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഇതൊരു റിലേറ്റീവായിട്ട് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്ന എക്സാം ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ മോക്ക് ടെസ്റ്റ് എഴുതാൻ നോക്കുക. ഒരുപാട് മോക്ക് ടെസ്റ്റ് എഴുതിയാൽ അത് അവസാനത്തേക്ക് എന്തായാലും വരും. അവസാനത്തേക്ക് എന്തായാലും മോക്ക് എക്സാമിനേഷൻസും മറ്റു കാര്യങ്ങളെല്ലാം വരും. എന്നാൽ തന്നെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക. എക്സാം എഴുതി തന്നെ പഠിക്കണം, പ്രോബ്ലം സോൾവ് ചെയ്ത് തന്നെ പഠിക്കണം. വെറുതെ തിയറി പഠിച്ചിരുന്ന് കാര്യമില്ല. യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. ജെയ് 2026 ആസ്പിറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നമുക്ക് മേ ബി മറ്റൊരു ലൈവിലോ മറ്റൊരു സെഷനിലോ ആൻസർ ചെയ്യാം. താങ്ക് യു.